ഗേസ് AFC അണ്ടർ 17 ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ഡ്രോ വന്നിരിക്കുകയാണ്. നമുക്ക് വുമൻസ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഈ ഡ്രോ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ഒരു ലക്ക് ഫാക്ടർ വരാറുണ്ട്. നമ്മളിപ്പം 2-3 ഡ്രോസിൽ അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മെൻസ് ഫുട്ബോളിൽ വീണ്ടും ആ ഒരു അൺലക്ക് ഫാക്ടർ തുടരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഒരു കടുകട്ടി ഗ്രൂപ്പ് തന്നെ എന്ന് പറയാം. അതിൻ്റെ റീസൺസ് ഒക്കെ എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണെങ്കിലും ഇന്ത്യയാണ് ഈ ഒരു മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അഹമ്മദാബാദിൽ വെച്ച് നവംബർ മാസത്തിലാണ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. പോർട്ട് 2-ൽ നിന്നാണ് ഇന്ത്യ വരുന്നത്. പോർട്ട് 1-ൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ടീം ഇറാനാണ്. പോർട്ട് 2-ൽ നിന്ന് ഇന്ത്യ ഞാൻ പറഞ്ഞല്ലോ. പോർട്ട് 3-ൽ നിന്ന് പലസ്തീനും, പോർട്ട് 4-ൽ നിന്ന് ചൈനീസ് തായ്പേയും, പോർട്ട് 5-ൽ നിന്ന് ലെബനൻ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് അണ്ടർ 17 കാറ്റഗറിയിൽ AFC ഏഷ്യൻ കപ്പ് കളിച്ചു വന്നിരുന്ന ടീമാണ്. നമുക്കറിയാമല്ലോ, ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള നേട്ടം. ഒരു മത്സരം അകലെ മാത്രം അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ യോഗ്യത വരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രകടനങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അണ്ടർ 17 കാറ്റഗറിയിൽ പറയേണ്ടത്. പക്ഷേ കഴിഞ്ഞ തവണ നമുക്ക് ആ ഒരു യോഗ്യത നഷ്ടമായി പോകുന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പൊക്കെ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ആ ഒരു ലാസ്റ്റ് മത്സരം താലിനെതിരെ തോറ്റതാണ്. ആ മത്സരത്തിൽ ഒരു ഡ്രോയെങ്കിലും നേടിയിരുന്ന ഒരു പക്ഷേ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നേനെ. പക്ഷേ അതിനൊരു റീസൺ ഫെഡറേഷൻ തന്നെയാണ്. ഒരു നല്ല രീതിയിലുള്ളൊരു പ്രിപ്പറേഷനോ പരിപാടികളോ ഒന്നും ഇല്ലാതാണ് ആ ഒരു ടീം പോയത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബലം കിട്ടി, ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ എന്തുകൊണ്ട് ഈ ഒരു ചാൻസ് ഇല്ല എന്ന് നമ്മൾ ആദ്യമേ ഒറ്റവാക്കിൽ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ എന്ന് പറയുന്ന ശക്തരായിട്ടുള്ള ടീം അവിടെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തവണ AFC കൂടി ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അതായത് 16 ടീമുകളാണ് ഈ ഒരു AFC ഏഷ്യൻ കപ്പ് എന്ന് പറയുന്ന ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. അതിൽ സാധാരണഗതിയിൽ ഹോസ്റ്റിംഗ് നേഷനാണ് ഒരു ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത് ടൂർണമെൻറ്റിലേക്ക്. പക്ഷേ ഇത്തവണ അവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ്. അതിൽ ഹോസ്റ്റ് എന്ന ടീമിന് കൊടുത്തു, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസിന് കൊടുത്തു, വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ടീമിനും കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ക്വാർട്ടർ ഫൈനൽസിൽ വരെ കളിച്ചിട്ടുള്ള ടീമുകൾ കഴിഞ്ഞ ടൂർണമെൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. അത് തീർത്തും ഒരു വൃത്തികെട്ട നിയമമായി പോയി എന്നുള്ളത് പറയാനുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കളിച്ചിട്ടുള്ള ബാച്ചല്ല ഇത്തവണ കളിക്കുന്നത്. അപ്പം ഓരോ വർഷവും ഈ ഏജ് കാറ്റഗറിയിൽ മാറി മാറി വരുമ്പോഴത്തേക്കും എന്തിനാണ് കഴിഞ്ഞ വർഷത്തെ ആനുകൂല്യത്തിൽ ഈ പോർട്ടുകൾ നിർണ്ണയിക്കുന്ന സീഡുകളൊക്കെ തീരുമാനിക്കാം. പക്ഷേ അതല്ലാണ്ട് ഒരു ക്വാളിഫിക്കേഷൻ തന്നെ അങ്ങ് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്. അതായത് 16 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ 9 ടീമിനാണ് ക്വാളിഫിക്കേഷൻ അങ്ങനെ കൊടുക്കുന്നത്. ഈ 7 ടീമുകൾ മാത്രമാണ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ കളിച്ചു വരുന്നത്. 7 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. സാധാരണഗതിയിൽ സെക്കൻഡ് എത്തുന്ന ഒരു 5-6 ടീമുകൾക്കൊക്കെ ഒരു ഗ്രൂപ്പ് ബെസ്റ്റ് ടീം എന്ന നിലയിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇത്തവണ ഗ്രൂപ്പ് ചാമ്പ്യൻസ് 7 ഗ്രൂപ്പുകളിലെ ഗ്രൂപ്പ് ചാമ്പ്യൻസിന് മാത്രമാണ് ഒരു സാധ്യത ഉള്ളത് എന്നുള്ളതാണ്. അപ്പം ഇറാൻ ഉള്ള സ്ഥിതിക്ക് ഇന്ത്യക്ക് ആ ഒരു അത്ഭുതങ്ങൾ കാട്ടേണ്ടി വരും മുന്നോട്ട് പോകാനായിട്ട്. ഇറാനെ പറ്റി പറയുമ്പം 5 തവണ അണ്ടർ 17 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളൊരു ടീമാണ്. അതുപോലെ തുടർച്ചയായിട്ട് ഏഷ്യൻ കപ്പ് അണ്ടർ 17 കാറ്റഗറിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. അതിൽ 3 തവണ സെമി ഫൈനൽ കളിച്ചിട്ടുണ്ട്, 2 തവണ ഫൈനൽ കളിച്ചിട്ടുണ്ട്, 1 തവണ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. ഇത്രയൊക്കെ പോരെ. കഴിഞ്ഞ വർഷം അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. പക്ഷേ അതിന് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അവർ സെമി ഫൈനൽസോ ക്വാർട്ടർ ഫൈനൽസോ എല്ലാം മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തി ലോകകപ്പ് യോഗ്യത വരെയൊക്കെ നേടിയെടുക്കുന്ന ടീമാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇന്ത്യയുടെ അണ്ടർ 17 പുതിയ ബാച്ച് ഇതേവരെ മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടില്ല. കഴിഞ്ഞ ബാച്ചിൻ്റെ ക്വാളിഫയർ മത്സരങ്ങളാണ് ഏറ്റവും ഒടുവിൽ കളിച്ചത് തായ്ലൻഡിനെതിരെ നടന്ന തോറ്റ മത്സരത്തിൽ. അതിനുശേഷം ഏതാണ്ട് ഒക്ടോബർ മാസത്തിലാണ് നടക്കുന്നത്. ഇപ്പം 10 മാസമൊക്കെ ആകാനായിട്ട് പോകുന്നു. മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടില്ല പുതിയ ബാച്ചിനെ വെച്ച്. ഇനിയിപ്പം സാഫ് മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് സെപ്റ്റംബറിൽ. അതിന് മുന്നോടിയൊക്കെ ആയിട്ടായിരിക്കും കോച്ച് ആരാണ്, ടീം ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്കൊരു അറിവ് കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഇറാൻ ഈ വർഷം മാത്രം കളിച്ചത് 7 മത്സരങ്ങളാണ്. ബെലാറൂസിൽ പോയി ചില മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, കുവൈറ്റിൽ പോയി മത്സരം കളിച്ചു, അതുപോലെ ഒടുവിൽ ഇന്തോനേഷ്യക്കെതിരെ മത്സരങ്ങൾ കളിച്ചു. അപ്പോൾ ഇത്രയും മത്സരങ്ങളാണ് അവർ പ്രിപ്പയർ. അവർ ഓൾറെഡി സ്ട്രോങ് ആണ്. അങ്ങനത്തെ ഒരു കൾച്ചറുള്ള അണ്ടർ 17 നല്ല കൾച്ചർ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു രാജ്യമാണ്. അവരുടെ പ്രിപ്പറേഷൻ കൂടി മികച്ചതാകുന്നു. നമുക്ക് അതുപോലുമില്ല. ഈ AFF എന്ന് പറയുന്ന ഫക്കിംഗ് ഫെഡറേഷൻ ഉണ്ടല്ലോ, അവന്മാർ എന്ത് മാങ്ങാത്തുലേക്കാണ് കാണിച്ചു വെക്കുന്നത്. കഴിഞ്ഞ വർഷമേ പരിപാടികളെല്ലാം കയ്യിൽ നിന്ന് പോയി. ഇത്തവണ വീണ്ടും ദുരന്തം അവസ്ഥയിൽ. അതും ഇവിടെ അണ്ടർ 17 അണ്ടർ 20 ഒരേ കോച്ചിനെ നിർണ്ണയിക്കുന്നു. അപ്പം ഒരു സമയത്ത് ഒരെണ്ണമല്ലേ നടക്കത്തുള്ളൂ. ഇതൊക്കെ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് നമുക്കാണ്. ഇനി മറ്റു ടീമുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് 3-ൽ നിന്ന് നമുക്ക് പലസ്തീനെയും, അതുപോലെ പോർട്ട് 4-ൽ നിന്ന് ചൈനീസ് തായ്പേയും, പോർട്ട് 5-ൽ നിന്ന് ലെബനനെയാണ് കിട്ടിയത്. ഇവരൊന്നും ഒരിക്കൽ പോലും അണ്ടർ 17 കളിക്കാത്ത രാജ്യങ്ങളാണ്. അവർക്കൊക്കെ എതിരെ വിജയങ്ങളൊക്കെ ഒരു പക്ഷേ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്.
നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വെച്ച് എനിക്കറിയത്തില്ല, പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇറാനെതിരെ എങ്ങനെ വിജയിക്കും? ഇറാനെതിരെ വിജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെയുള്ള വിജയങ്ങൾക്കൊക്കെ എന്തർത്ഥമാണുള്ളത്? ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് വിജയം കമ്പോസർ സനിയോ.